എല്ലാവർക്കും നമസ്കാരം. ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഈ റെക്കോർഡ് വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. കീപ്പിംഗ് ഡിസീസസ് എവേ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രോഗങ്ങളെ അകറ്റി നിർത്താം, അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ എന്നാണ് ടേമോട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ അകറ്റി നിർത്തി അല്ലെ ഒരു രോഗം, കൊറോണ എന്ന് പറയുന്ന രോഗം നമ്മളെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലികമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ടോപ്പിക്കിന്റെ ചാപ്റ്ററിന്റെ പേര് തന്നെ. ഇപ്പൊ ഡിസീസസ് അല്ലെ, പലതരം രോഗങ്ങൾ മനുഷ്യനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ തരം രോഗങ്ങളാണ് മനുഷ്യനെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അത്തരം രോഗത്തിന്റെ റെമഡീസ് എന്തൊക്കെയാണ്, അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കരുതേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്ന വളരെ ലളിതമായിട്ടൊരു ചാപ്റ്റർ ആണ് കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന പാഠഭാഗം. ഓക്കെ, അപ്പോ യു ക്യാൻ സീ എ കൊളാഷ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇൻ ഫസ്റ്റ് പേജ് ഓഫ് ദിസ് ചാപ്റ്റർ യു ക്യാൻ സീ എ കൊളാഷ്. കൊളാഷ് എന്താണ്? കൊളാഷ് തമാം പത്രക്കട്ടികങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ആർട്ട് രൂപമാണ് കൊളാഷ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് കൊളാഷിനകത്തുള്ളത്? മെഷേഴ്സ് ടു എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ, പ്രിവെന്റ് റാറ്റ് ഫീവർ, അലേർട്ട് റെക്കമെൻഡഡ്, അങ്ങനെയൊക്കെയുള്ള കുറെ വാർത്തകളാണ് അല്ലെ. നമുക്കറിയാം 2018-ലും 2019-ലൊക്കെ കേരളത്തില് സമാനതകളില്ലാത്ത പ്രളയ ദുരന്തം സംഭവിച്ചു അല്ലെ. നിങ്ങൾ പല ആളുകളും ആ പ്രളയത്തിന്റെ ഇരയായവരാവാം, നിങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറിയവരൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഈ പ്രളയം നടന്ന പ്രദേശങ്ങളില് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതെല്ലാം അല്ലെ. കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമായി ഈ ഫ്ലഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രളയം നടന്ന പ്രദേശത്തില് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, റാറ്റ് ഫീവർ. പ്രളയം നടന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ ഒരു അവസ്ഥയാണ് എലിപ്പനി, റാറ്റ് ഫീവർ. മാത്രമല്ല കുടിവെള്ളക്കുറവ് അല്ലെ. നമുക്ക് ആ പത്രവാർത്ത റിപ്പോർട്ട് നോക്കി മനസ്സിലാവും, ഡ്രിങ്കിങ് വാട്ടറിന്റെ ലാക്ക് അവൈലബിലിറ്റി കുറയുന്നത് അറിയാം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഫ്ലഡ് നടന്ന പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ റീസൺ ഫോർ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഇൻ ദ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ. പ്രളയം നടന്ന സ്ഥലങ്ങളിൽ രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അവിടെ ഉണ്ടായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കറിയാം ഈ റാറ്റ് ഫീവർ പോലുള്ള ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓർ കണ്ടാജിയസ് ഡിസീസുകൾ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രളയം നടന്ന സ്ഥലങ്ങളിൽ നടന്ന ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഓക്കെ, കണ്ടാജിയസ് ഡിസീസ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയാണ്, പകരുന്ന രോഗങ്ങളെയാണ്. ഓക്കെ, അപ്പൊ ഡിസീസസ് ലൈക്ക് റാറ്റ് ഫീവർ അല്ലെ, റാറ്റ് ഫീവറിനെ പോലുള്ള എലിപ്പനി പോലുള്ള ഒരുപാട് പകർച്ച രോഗങ്ങള് അവിടെ ഉണ്ടാവുകയുണ്ടായി എന്നുള്ള. രണ്ടാമത്തത് എന്താ ഉണ്ടായത്? ഈ പ്രളയം നടന്ന പ്രദേശത്ത് നമുക്കറിയാം ആകെ വെള്ളമായിരിക്കും അല്ലെ, പക്ഷെ കുടിവെള്ളം അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും അല്ലെ. ചുറ്റോട് ചുറ്റും വെള്ളം സർവത്ര അല്ലെ, തുള്ളി കുടിക്കാൻ ഇല്ലത്രേ എന്ന് പണ്ട് കവി പറഞ്ഞ പോലെയാണ്. ആ ഒരു അവസ്ഥ എന്താണ്? ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവാണ്, ഡ്രിങ്കിങ് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയും. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കണ്ടാജിയസ് ഡിസീസുകൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് റാറ്റ് ഫീവർ, എലിപ്പനി. ആ പ്രദേശത്ത് കേരളത്തില് പ്രളയം നടന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരം എലിപ്പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കാം ആദ്യം മനസ്സിലാക്കാൻ, എന്തായിരിക്കാം ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയില്, പ്രളയം നടന്ന സ്ഥലങ്ങളില് ഈ ഒരു രോഗങ്ങള് അല്ലെങ്കിൽ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പകരാനുള്ള കാരണം എന്തായിരിക്കാം? ഓക്കെ, വാട്ട് ആർ ദ റീസൺ ഫോർ, ആദ്യത്തെ ടോപ്പിക് നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ആർ ദ റീസൺ ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഇൻ സച്ച് സിറ്റുവേഷൻ. ഓക്കെ, ഈ പ്രളയ ദുരന്ത സമയ സ്ഥലങ്ങളിലെ രോഗങ്ങൾ പകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം?
ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഇസ് ദ റീസൺ? അപ്പൊ ഈ പ്രളയ പ്രദേശങ്ങളിലൊക്കെ രോഗങ്ങൾ പകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? ഓക്കെ, വാട്ട് ആർ ദ റീസൺസ്? ഒന്ന് നമുക്കറിയാം, ശുചിത്വമില്ലായ്മ തന്നെയാണ് അല്ലെ. അത്തരം പ്രദേശങ്ങളിലൊക്കെ ശുചിത്വം വളരെ കുറവായിരിക്കും. അപ്പൊ ലാക്ക് ഓഫ് ഹൈജീൻ ഒരു കാരണമാണ്. ഓക്കെ, ലാക്ക് ഓഫ് ഹൈജീൻ, ശുചിത്വമില്ലായ്മ ഒരു വലിയ വിഷയം. കാരണം ആകെ പ്രളയമൊക്കെ സംഭവിച്ചു ആകെ അല്ലെ, ആകെ വൃത്തിഹീനമായ ചുറ്റുപാടുകളാണ് കാണപ്പെടുക. ലാക്ക് ഓഫ് ഹൈജീൻ ഒരു കാരണമാണ്. രണ്ടാമത്തെ എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ, മലിനീകരണം. ഓക്കെ, പരിസര മലിനീകരണം, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പരിസര മലിനീകരണം സംഭവിച്ചിട്ടുണ്ടാവും. അത് ഈ രോഗങ്ങൾ പടർന്ന് പിടിക്കാൻ, പന്തലിക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ടെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞു വെച്ചാല് സ്റ്റാഗ്നന്റ് വാട്ടർ ആണ് അല്ലെ, കെട്ടിക്കിടക്കുന്ന വെള്ളം. സ്റ്റാഗ്നന്റ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നത് നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾ, അതിലൂടെ ഈച്ച, കൊതുക് പോലുള്ള രോഗ വെക്ടേഴ്സ്, രോഗത്തെ വെക്ടേഴ്സിന്റെ എണ്ണം പെരുകാൻ സാധ്യതയാണ്. അപ്പൊ സ്റ്റാഗ്നന്റ് വാട്ടർ അത്തരം പ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും. ഓക്കെ, വേറൊന്ന് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ്. ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഈ പ്രളയം നടന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവിടെ ആദ്യം മുൻഗണന കൊടുക്കുന്നത് നമ്മൾ മനുഷ്യന്മാരെ അല്ലെ, മനുഷ്യന്മാരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രളയം നടന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് ആനിമൽസ് ഉണ്ടാവാം. പശു, ആട്, എരുമ, പോത്ത് പോലുള്ള വളർത്തു മൃഗങ്ങളും കോഴി, താറാവ് പോലുള്ള പക്ഷികളൊക്കെ സംഭവിക്കാം. അതൊക്കെ അവിടെ കിടന്ന് ചത്ത് ചീഞ്ഞു പോകുന്ന ചിത്രങ്ങള് കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ അത്തരം ഓർഗാനിക് മാറ്ററുകൾ, ജീവനുള്ള വസ്തുക്കള് ഡീക്കേ ആവുന്നത്, അതിനെ ജീർണിക്കുന്നത് ഒരു കാരണമാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞാൽ ഓപ്പൺ ഡിഫിക്കേഷൻ ആണ്. ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഉണ്ടാവാം. ഓക്കെ, ഓപ്പൺ ഏരിയയില് ഡിഫിക്കേഷൻ, മലമൂത്ര വിസർജനം നടത്തുക, അതിലൂടെ രോഗങ്ങൾ പകരാൻ സാധ്യത കൂടുതലാണ്. വേറെ പറഞ്ഞാല് പൊല്യൂട്ടഡ് വാട്ടർ ആണ്, മലിനമായ ജലം അല്ലെ. പൊല്യൂട്ടഡ് വാട്ടർ, മലിനമായ ജലം, കിട്ടുന്ന വെള്ളം, കുടിക്കാൻ വെള്ളം മലിനമായതാവാം, അതിലൂടെ വെള്ളത്തിലൂടെ രോഗങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ പല റീസൺസ് ആണ് ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ. നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയെ കുറിച്ചുള്ള അതുകൊണ്ടാണ്. ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ ഒരുപാട് കണ്ടാജിയസ് ഡിസീസുകള് പകർന്നു പിടിക്കാനുള്ള കാരണങ്ങള് ഇവരൊക്കെയാണ്. ഓക്കെ, ലാക്ക് ഓഫ് ഹൈജീൻ, അതുപോലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, അതുപോലെ ഓപ്പൺ ഡിഫിക്കേഷൻ ആൻഡ് പൊല്യൂട്ടഡ് വാട്ടർ. അപ്പൊ നിങ്ങൾ ഓർക്കാം, അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ ഈ രോഗങ്ങൾ പകരാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ് ആണ്. ഓക്കെ, അടുത്തൊരു കാരണമായിട്ട് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ് ആണ്. ഓക്കെ, എന്താ പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പാത്തോജൻ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻ കേട്ടോ, ഇത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അത് ഈ പ്രദേശത്ത് കൂടുതലായിരിക്കും. വാട്ട് ഇസ് പാത്തോജൻ? പാത്തോജൻ മീൻസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തെയാണ്. ഓക്കെ, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസങ്ങളെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയും. രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ പാത്തോജനുകൾ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ രോഗങ്ങൾ, പല വിഭാഗ രോഗങ്ങളുണ്ട് അല്ലെ. ഇവിടെ എലിപ്പനി പോലും രോഗങ്ങളുടെ പ്രത്യേകത അതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. ഓക്കെ, എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്? എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? മീൻസ് ദ ഡിസീസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓർ കണ്ടാജിയസ് ഡിസീസ് എന്ന് പറയാം. അപ്പൊ അത് ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ അത്തരം രോഗങ്ങൾ കൂടുതലായിരിക്കാം. ഓക്കെ, അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പറഞ്ഞ കാരണങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാരണമാണെന്ത്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻ ഈസ് അബൻഡൻസ്, ധാരാളമായിരിക്കും എന്നുള്ളതാണ്. വാട്ട് ഈസ് പാത്തോജൻ മനസ്സിലാക്കുക. പാത്തോജൻ ഈസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഉണ്ടോ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്ററില് നമ്മൾ ആദ്യം പഠിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് കേട്ടോ, മനുഷ്യനെ അഫക്ട് ചെയ്യുന്ന പലതരം രോഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ രോഗങ്ങളാണ് ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, പകർച്ചാ രോഗങ്ങൾ എന്ന് പറയുന്ന
അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മീൻസ് ദ ഡിസീസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം the disease which are transmitted from one person to another. Okay, one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രത്യേകത they are transmitted from one person to another person. ഇപ്പൊ നമ്മളെ അകറ്റി നിർത്തിയ കൊറോണ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. കാരണം മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് ഇന്ന് ഭൂഖണ്ഡങ്ങൾ മൊത്തം മനുഷ്യനെ അകറ്റി നിർത്തിയ രോഗമാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രത്യേകത ട്രാൻസ്മിറ്റ് എന്നുള്ള. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പിറകിലും അതിന്റെ പാത്തോജൻ കേട്ടോ, ഇതിനൊരു പാത്തോജൻ ഉണ്ടായിരിക്കും. ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രത്യേകത ഇതൊരു പാത്തോജനിക് ഡിസീസ് ആയിരിക്കും. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഒരു കോസേറ്റ്, പാത്തോജൻ മീൻസ് ആ രോഗം ഉണ്ടാക്കുന്ന ഒരു കോസേറ്റീവ് ഓർഗാനിസം അല്ലെ. അത് നമ്മൾ സിംപ്ലി കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയാം. അതിന്റെ രോഗം ഉണ്ടാക്കുന്ന ജീവി, രോഗകാരി എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനും ഒരു പാത്തോജൻ ഉണ്ടായിരിക്കും കേട്ടോ. പാത്തോജൻസ്, മോസ്റ്റ് ഓഫ് ദ പാത്തോജൻസ് ആർ, അല്ലെങ്കിൽ ഓൾ പാത്തോജൻസ് ആർ മൈക്രോ ഓർഗാനിസം. ഓക്കെ, എല്ലാ പാത്തോജനുകളും ആരാണ്? മൈക്രോ ഓർഗാനിസംസ് ആണ്, സൂക്ഷ്മ ജീവികളാണ്. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആണ് പാത്തോജനുകളായിട്ട് മാറുന്നത്. പക്ഷെ ഓർക്കുക, all microorganisms not a pathogen. ആണോ? എല്ലാ മൈക്രോ ഓർഗാനിസംസും രോഗകാരികളല്ല. മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലെ. നമ്മൾ പല ലൈഫിലെ, ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോ എല്ലാ മൈക്രോ ഓർഗാനിസംസും രോഗകാരികളല്ല. പക്ഷെ രോഗകാരികളായ പാത്തോജനുകളൊക്കെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? വിച്ച് ആർ ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് ആക്ട് ആസ് എ കോസേറ്റീവ് ഓർഗാനിസം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ബാക്ടീരിയ. ബാക്ടീരിയ ഒരു രോഗം ഉണ്ടാക്കുന്ന, നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾ അല്ലെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. രണ്ടാമത്തത് മറ്റാരുമല്ല, വൈറസ് ആണ്. വൈറസ് അല്ലെ, വൈറസ്. ദെൻ തേർഡ് വൺ ഫംഗസ്. അതോ മറ്റൊരു കോസേറ്റീവ് ഓർഗാനിസം ഫംഗസ് ആണ്. ഫംഗസ്. ദെൻ നാലാമത്തിന്റെ പേരാണ് പ്രോട്ടോസോവ എന്നാ പറയാം. പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അമീബ, പാരമീസിയം, യൂഗ്ലീന അങ്ങനെയൊക്കെയുള്ള കുറെ ജീവികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ, പാസ്മോഡിയം എന്നൊക്കെ. അവരുടെ ഒരു ഗ്രൂപ്പില്, അവരുടെ ക്ലാസ്സിനെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് പറയാം കേട്ടോ. അപ്പൊ ദെൻ അവസാനമായിട്ട് വേംസ് ആണ്. ചില വിരകൾ, മലയാളത്തിൽ വിരകൾ എന്ന് പറയാം, വേംസ്. വേംസും കോസേറ്റീവ് ഓർഗാനിസം. പക്ഷെ വേംസ് എന്തല്ല, മൈക്രോ ഓർഗാനിസം അല്ല, അതിനേക്കാട്ടും ഒന്നുകൂടി സെല്ലിന് എണ്ണ കൂടുതലുള്ള ഒരു വിഭാഗമാണ് വേമുകൾ. അപ്പൊ ഈ ഒരു അഞ്ച് വിഭാഗം പോസിറ്റീവ് ഓർഗാനിസം ആണ് മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും കാരണം. ഓക്കെ, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് മനസ്സിലാക്കുക, that can transmit from one person to another and it have a positive organism എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓർക്കേണ്ട കാര്യം, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ പകരുമെന്ന് പറഞ്ഞല്ലോ അല്ലെ. അതായത് പോസിറ്റീവ് ഓർഗാനിസം ഉണ്ടാവും, മാത്രമല്ല അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഏതൊക്കെ രീതിയിലൂടെയാണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം? അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, രോഗം പകരുന്ന രീതികള്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെയാന്ന് മനസ്സിലാക്കുക. ഓക്കെ, പല രീതിയിലുള്ള രോഗങ്ങൾ. ഒന്നാമത്തെ രീതി ടച്ചാണ്, സ്പർശനത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. അത് എല്ലാ രോഗങ്ങളും അങ്ങനെയല്ല, അതിന്റെ കൂടെ പകരുന്ന രോഗങ്ങൾ. ഇപ്പൊ ഒരാൾ ശരീരത്തിനകത്ത് വട്ടച്ചൊറി എന്ന് പറയുന്ന രോഗം ഉണ്ട് വിചാരിക്കാം. അപ്പൊ അത് അയാളെ ടച്ച് ചെയ്താലുള്ള രോഗം പകരാം. ഓക്കെ, അപ്പൊ ടച്ചിലൂടെ രോഗം പകരുന്ന രോഗമുണ്ട്. രണ്ടാമത്തത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയോ വൈറസോ ഫംഗസോ അടങ്ങിയ ഫുഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നല്ല ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ രോഗം ഉണ്ടാവുമോ? ഇല്ല, രോഗം ഇല്ലാതിരിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടത് അല്ലെ. അപ്പൊ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ എന്നാണ് മനസ്സിലാക്കുക. ആ രോഗം അടങ്ങിയിട്ടുള്ള, ഓക്കെ, ആ രോഗ ഉള്ള അല്ലെങ്കിൽ ആ പാത്തോജൻ ഉള്ള ഭക്ഷണവും ജലവും കഴിക്കുന്നതിലൂടെ രോഗം പകരാം. ഓക്കെ, മൂന്നാമത്തത് കഫ് ആൻഡ് സ്നീസിങ് ആണ്. ഓക്കെ, കഫ് ആൻഡ് സ്നീസിങ്, തുമ്മ, ചുമ്മൽ എന്നിവയുടെ രോഗങ്ങൾ പകരാം. രോഗം പകരുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ചുമ, തുമ്മൽ. നമ്മള് ചുമക്കുമ്പോൾ തുമ്മുമ്പോഴൊക്കെ നമ്മളൊരു സോഷ്യൽ മാനേഴ്സ് പാലിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ഒരു നാലാളെ കൂട്ടത്തിൽ നിൽക്കുമ്പോ അയാളുടെ എല്ലാവരും അടിയിൽ നിന്ന് ഹാച്ചിറങ്ങാണ്ട്
വലിയ തുമ്മല് നമ്മൾ ഇത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ് കേട്ടോ. തുമ്മുക എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതൊരു ഇൻവോളണ്ടറി ആണ്, നമ്മളെ മെഡുല ഒബ്ലോങ്കേറ്റ ആണ് കൺട്രോൾ ചെയ്യുക. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഒരു എർജ് ഉണ്ടെങ്കിൽ, ഒരു തോന്നലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറി നിന്ന് തുമ്മാൻ നമ്മൾ ശ്രമിക്കാം. കാരണം ഇതിലൂടെ ഒരുപാട് രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത. നമ്മൾ എല്ലാവരും രോഗികളായിക്കോളന്നില്ല, നമുക്ക് രോഗം ഉണ്ടായിക്കോളണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുമ്മും കേട്ടോ. അതുപോലെ ചെറിയൊരു കർച്ചിഫ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മൂക്കും വായൊക്കെ പൊത്തിപ്പിടിക്കും. വലാ പൊത്തിപ്പിടിക്കരുത്. വലാ പൊത്തിപ്പിടിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് തുമ്മാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പൊ കഫ് ആൻഡ് സ്നീസിങ്ങിലൂടെ എന്ത് ചെയ്യാം, രോഗങ്ങൾ പകരാം. വേറൊരു നാലാമത് അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാല് അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിലൂടെ എന്ത് ചെയ്യാം, രോഗങ്ങൾ പകരാം. ഉദ്ദേശിച്ച് നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടുമ്പോ ഷേവ് ഒക്കെ ചെയ്യാൻ ഇരിക്കുമ്പോ അവര് അവിടെയുള്ള കത്തി, കത്രിക പോലുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുക കേട്ടോ. അപ്പൊ അങ്ങനെ അണുമുക്തമാക്കാത്ത അൺസ്റ്റെറിലൈസ് അല്ലെ, ഇപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ അല്ലെ, സാനിറ്റൈസേഷൻ ഒക്കെ കേട്ടതാണ് അല്ലെ, സാനിറ്റൈസർ ഉപയോഗിക്കുക. അപ്പൊ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സുകളിലൂടെ ഈ പാത്തോജനുകൾ നമ്മുടെ ബോഡിയിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ദെൻ അഞ്ചാമതായിട്ട് വെക്ടേഴ്സ് ആണ്. വെക്ടർ മീൻസ് ഈ രോഗകാരികളെ വഹിക്കുന്ന ആനിമൽസിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, ഡോഗ് പോലുള്ള ജീവികളുടെ മേത്ത് ഈ ഒരു രോഗകാരികൾ ഉണ്ടാവാം. അപ്പൊ അത്തരം വെക്ടേഴ്സിലൂടെ എന്ത് ചെയ്യാം, രോഗങ്ങൾ പകരാം. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ ഒന്നാണ് വെക്ടർ. ഓക്കെ, വേറൊന്ന് ക്ലോത്ത് ആണ്. ആറാമതായിട്ട് പറയുന്നത് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലൂടെ രോഗങ്ങൾ പകരാം. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കിൻ പ്രോബ്ലം ഉള്ള ഒരു എന്താ പറയാ ചൊറിയോ അങ്ങനെയുള്ള രോഗമുള്ള ഒരാള്, അയാൾ ഉപയോഗിച്ച വസ്ത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം പകരാം. ഓക്കെ, അതുകൊണ്ട് അത്തരം രോഗമുള്ള ആളുകളുടെ വസ്ത്രമോ തോർത്തുമുണ്ടോ കർച്ചീഫോ ടവലോ ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൂടെ ഇതിന് പുറമെ നമുക്കറിയാം അടുത്തൊരു രീതി, ഏഴാമത്തെ രീതി മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ബോഡി ഫ്ലൂയിഡുകളിലൂടെ പകരാം. ഓക്കെ, രക്തത്തിലൂടെ പ്ലാസ്മയിലൂടെ ഒക്കെ രോഗങ്ങൾ പകരാം. ഓക്കെ, രക്തം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ രോഗമുള്ള ആളാണെങ്കിൽ, മഞ്ഞപ്പിത്തമുള്ള ഒരാളുടെ രക്തം നമ്മൾ വാങ്ങിയാൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഓക്കെ, ആ ബോഡി ഫ്ലൂയിഡ് രോഗം പകരാം. എട്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാല് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട് കേട്ടോ, ലൈംഗിക ബന്ധത്തിലൂടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രോഗം പകരാം. എയ്ഡ്സ് പോലെ, സിഫിലിസ്, ഗൊണേറിയ കുറെ രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മേജറായ വില്ലനാണ് എയ്ഡ്സ് എന്നുള്ളത്. അത്തരം രോഗങ്ങളൊക്കെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം പകരം. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. വേറൊന്ന് കോണ്ടാക്ട് അല്ലെ, നമ്മളിപ്പോ സമ്പർക്കം എന്നൊക്കെ പറയില്ലേ, കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട് എന്നൊക്കെ നമ്മൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഐസൊലേഷൻ, ക്വാറന്റൈൻ, കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെ, എന്തൊക്കെയാണ് പേരുകൾ അല്ലെ. അപ്പോ അന്ന് കേട്ടൊരു വാക്കാണ് കോണ്ടാക്ട്, പ്രൈമറി കോണ്ടാക്ട് ഉള്ള ആളാണ്. അപ്പൊ കോണ്ടാക്റ്റിലൂടെ, സമ്പർക്കത്തിലൂടെ രോഗം പകരാം. അപ്പൊ ഇങ്ങനെ അനേകം മാധ്യമത്തിലൂടെ, അനേകം മീഡിയത്തിലൂടെയാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം രോഗങ്ങളെ, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുകള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനെ തടയാൻ നമുക്ക് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ചെയ്യേണ്ടി വരിക? വാട്ട് ആർ ദ പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രിവെൻഷൻ ഓഫ് മെത്തേഡ് ഫോർ, അടുത്ത ഓർക്കേണ്ട കാര്യം മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട മെത്തേഡുകൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, ഒരു പകർച്ച രോഗം, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അവോയ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ. ഇത്തരം രോഗകാരികൾ പെരുകുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവോയ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ, രോഗകാരികള് പെരുകുന്ന സാഹചര്യം കഴിവതും ഒഴിവാക്കുക. അതിനാണ് നമുക്കറിയാം, ഇപ്പൊ ഈ കൊറോണ എന്ന് പറയുന്ന രോഗം എടുത്താൽ നമുക്കറിയാം, നമ്മൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതും ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അവോയ്ഡ് മൾട്ടിപ്ലിക്കേഷൻ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ്.
ആ രോഗം പകരുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷനെ തടയാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, പണ്ട് കാലത്ത് കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് നിപ്പ രോഗം വന്ന സമയത്തൊക്കെ ചെയ്ത കാര്യം തന്നെയാണ്. ആ വൈറസിന് പെരുകുന്നതിനെ തടയുക എന്നുള്ളതാണ്. അപ്പൊ അവോയ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് കീപ് ഹൈജീൻ എന്നുള്ളതാണ്, അല്ലെ? ശുചിത്വം പാലിക്കുക. ഓക്കെ, ശുചിത്വം പാലിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപക്ഷെ 2 നേരം കുളിക്കുന്ന ആളുകളാണ്, അല്ലെ? പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു നേച്ചറാണ് ദിവസം 2 നേരം കുളിക്കുകയും 4 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഒരു മലയാള സ്വഭാവമാണ്. അപ്പൊ നമ്മള് വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുന്നവരാണ്. നമ്മൾ രാവിലെ എണീക്കും, പല്ലേക്കും, കുളിക്കും, കൺമശിയും പൗഡറൊക്കെ ഇട്ട് സുന്ദരന്മാരായിട്ട് നടക്കും. പക്ഷെ വ്യക്തി ശുചിത്വം പോലെ തന്നെ പേഴ്സണൽ ഹൈജീനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റൽ ഹൈജീൻ. പരിസര ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ പഠിക്കുന്ന ക്ലാസ് റൂം, നമ്മളെ സ്കൂള്, അതിന്റെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ നമ്മൾ കുളിച്ചൊരുങ്ങി ഇൻഷുറൻസ് ചെയ്ത് നടന്നുകൊണ്ട് കാര്യമില്ല. അപ്പൊ കീപ് ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇതിനകത്ത് പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് എന്തൊക്കെ വെച്ചാല് പേഴ്സണൽ ഹൈജീനും അതേപോലെ എൻവയോൺമെന്റൽ ഹൈജീനും ഒരേ തുല്യ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കുക. ചില ആളുകളെ കണ്ടിട്ടില്ല നിങ്ങള്, ഈ റോഡിന്റെ സൈഡിലൊക്കെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്ന ആളുകളുണ്ട്. വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളെ റോഡിന്റെ സൈഡിൽ കൊണ്ടിടുക. അതുപോലെ ഈ കോഴിക്കടയിലുള്ള കോഴിന്റെ പാർട്സുകൾ കൊണ്ടിടുക, ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടിയ വേസ്റ്റ്, ഇതൊക്കെ അത്ര ആളുകളെ നമ്മള് സാമൂഹ്യ വിരുദ്ധർ എന്നാ പറയും, അല്ലെ? സാമൂഹ്യ വിരുദ്ധര. അവര് സാമൂഹ്യ വിരുദ്ധർ മാത്രമല്ല, ആക്ച്വലി അവർ രോഗം പകർത്തുന്ന ഒരു വെക്ടേഴ്സ് കൂടി ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരം ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കീപ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സയന്റിഫിക് ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ്. മറ്റൊരു നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ഡിസ്പോസൽ. ഓക്കെ, സയന്റിഫിക് ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ്. ഓക്കെ, ഓർഗാനിക് വേസ്റ്റുകളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സയന്റിഫിക് ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ്, അല്ലെ? ശാസ്ത്രീയമായിട്ട് അതിൽ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റുകളോ വെർമിഫോം കമ്പോസ്റ്റോ അങ്ങനെ പോലുള്ള ഒരു നല്ല രീതിയിലേക്ക് ഈ ഓർഗാനിക് വേസ്റ്റുകൾ നമുക്ക് മാറ്റിയാൽ അത്രത്തോളം രോഗങ്ങളുടെ പകരുന്ന സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ പ്രിവെന്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. നമ്മൾ പാത്തോജനെ പ്രിവെന്റ് ചെയ്യുന്ന പോലെ ഈ വെക്ടേഴ്സിന്റെ പ്രിവെന്റ്, ഓക്കെ, പ്രിവെന്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, അല്ലെ? ലൈക്ക് മോസ്കിറ്റോസ്, കൊതുക് പോലെ, ഈശ പോലുള്ള വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനെ തടയാൻ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, അല്ലെ? അവോയ്ഡ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവോയ്ഡ് സ്റ്റാഗ്നേഷൻ, ഓക്കെ, ഓഫ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നതിന് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ഒബ്സർവ് ഡ്രൈ ഡേ. ഒബ്സർവ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാല് നമ്മളെ വീട്ടിലെ എല്ലാ വസ്തുക്കളെയും ഒരു ദിവസം ഒന്ന് ഉണക്കുക. ഒരാഴ്ചയിൽ അപ്പൊ നമ്മള് സൺഡേ ഹോളിഡേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും അവധിയുള്ള ദിവസം സൺഡേ ആണ്, അല്ലെ? ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലും പണി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? സ്കൂളിൽ നിന്നൊക്കെ ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മളെ വീടിന്റെ പരിസരത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഈ ചിരട്ടയിലോ പ്ലാസ്റ്റിക്കിന്റെ കവറിലോ ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തട്ടിമറിച്ചിട്ട് ഈ കൊതുകിനെ അതിന്റെ ഉറവിടത്തിൽ തന്നെ നശിപ്പിച്ച് കളയാം. ഓക്കെ, അതിനാണ് ഒബ്സർവ് ഡ്രൈ ഡേ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് ജനങ്ങളെ ബോധവൽക്കരിക്കുക, അല്ലെ? അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ പകർച്ചവ്യാധികളെ കുറിച്ചും അത് പകരുന്ന രീതികളെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലും അവിടെ ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ, ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മളാരും അത് അറിയാറില്ല, പങ്കെടുക്കാറില്ല എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ മഴക്കാലം നമുക്ക് കിട്ടില്ലേ, പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലേ, മഴക്കാല പൂർവ്വ രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തി എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരം അവയർനെസ് പ്രോഗ്രാമിലൂടെ ഏറ്റവും ആദ്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. 10 ആളുകൾ പറഞ്ഞ ഒരാളെയും കേട്ടാൽ കാര്യം വിജയിച്ചല്ലോ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാറ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ എന്താണ്, അതിന്റെ പാത്തോജനുകൾ ആരൊക്കെയാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്, അത്തരം കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞു ഈ ഫ്ലഡ് നടന്ന പ്രദേശങ്ങളില് എലിപ്പനി, അല്ലെ, റാറ്റ് ഫീവർ കൂടുന്നു എന്നുള്ള.
അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് റാറ്റ് ഫീവർ. ഓക്കെ, റാറ്റ് ഫീവർ അതിന്റെ കാരണങ്ങൾ, അതിന്റെ സിംറ്റംസും തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. റാറ്റ് ഫീവർ നമ്മൾ ഇതിനെ ബയോളജിക്കലി പറഞ്ഞ മറ്റു പേരാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് പറയാം കേട്ടോ. ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, അതിന്റെ കോമൺ പേരാണ് റാറ്റ് ഫീവർ എന്നുള്ളതാണ്. അതിന്റെ മെഡിക്കൽ ടേം ആണ് ലെപ്റ്റോസ്പൈറോസിസ്. കാരണം ഈ പേര് വരാൻ കാരണം ഈ ബാക്ടീരിയ, ഈ റാറ്റ് ഫീവറിന്റെ ഇതൊരു ബാക്ടീരിയ ഡിസീസ് ആണ് കേട്ടോ. റാറ്റ് ഫീവർ ഈസ് എ ബാക്ടീരിയ ഡിസീസ്. ഒരു ബാക്ടീരിയൽ രോഗമാണ് റാറ്റ് ഫീവർ. ആ ബാക്ടീരിയയുടെ പേര്, ആ ബാക്ടീരിയക്ക് ഒരു പേരുണ്ട്. ആ ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ എന്നാണ്. അപ്പൊ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഈ ബാക്ടീരിയയാണ് രോഗം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള പേര് ഈ രോഗത്തിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലെപ്റ്റോസ്പൈറ. ഓക്കെ, ഇനി ഈ ബാക്ടീരിയ എന്താ ആദ്യം മനസ്സിലാക്കുക, എന്താണ് ബാക്ടീരിയ? ബാക്ടീരിയയുടെ പ്രത്യേകത, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓൾ ബാക്ടീരിയാസ് ആർ പ്രോകാരിയോട്ട്. ഓക്കെ, ബാക്ടീരിയകള് പ്രോകാരിയോട്ട്. എന്താ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ യു ഹിയർ ദ ടേം പ്രോകാരിയോട്ട്? ഓഫ് കോഴ്സ് 8ാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. ആ പ്രോകാരിയോട്ട് മനസ്സിലാക്കുക, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തവരെ, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്ടീരിയകളുടെ നേച്ചർ എന്താണ്? ബാക്ടീരിയകള് പ്രോകാരിയോട്ടാണ്. ഓക്കെ, അങ്ങനെ അവര് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ, ഏതെങ്കിലും ഒരു മോഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവൈഡ്, വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. എങ്ങനെ വെച്ചാൽ ബൈ ബൈനറി ഫിഷൻ. ഉണ്ടോ, ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈനറി ഫിഷനിലൂടെ ബാക്ടീരിയ വിഭജിക്കും. എന്ന് വെച്ചാൽ ഇതാണ് ഒരു ബാക്ടീരിയ ആയിരിക്കാം, സപ്പോസ് ഇറ്റ്സ് എ ബാക്ടീരിയ സെൽ. ഈ ബാക്ടീരിയ വിഭജിക്കാനായി കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിൽ നിന്ന് 2 ബാക്ടീരിയ കുട്ടികൾ, അതിന്റെ ബോഡി വിഭജിച്ചിട്ട് ഒരു ബാക്ടീരിയ കുട്ടി വേറെ മറ്റൊരു ബാക്ടീരിയ, ഇതിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയാം. ഒരു ശരീരം, ഇത് അമീബയിലൊക്കെ നടക്കുന്ന ബൈനറി ഫിഷനാണ്. അപ്പൊ ഇത് ഈ ഒരു വളരെ പെട്ടെന്ന് 20 മിനിറ്റ് ആണ് ഒരു ബാക്ടീരിയക്ക് ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം. അങ്ങനെ ഈ ബൈനറി ഫിഷനിലൂടെ ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ കിടന്ന് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ. അങ്ങനെ എന്ത് സംഭവിക്കുന്നതോ, ഈ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകള് എങ്ങനെയാണ് രോഗം ഉണ്ടാക്കാൻ പറയണ്ടോ? ബാക്ടീരിയ എങ്ങനെയാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ ബാക്ടീരിയകള് നമ്മുടെ ബോഡിയിലേക്ക് ചില ടോക്സിനുകൾ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, എന്ത് ഉത്പാദിക്കപ്പെടും? ടോക്സിൻ. ടോക്സിൻസ് എന്നാൽ വിഷപദാർത്ഥങ്ങളെയാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബൈനറി ഫിഷനിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയകൾ എന്ത് സെക്രീറ്റ് ചെയ്യും? ചില ടോക്സിനുകൾ ഉത്പാദിക്കപ്പെടും. ആ ടോക്സിനുകളാണ്, ഈ വിഷപദാർത്ഥങ്ങളാണ് നമ്മുടെ സെല്ലുകളെ എന്താക്കി മാറ്റുന്നത്? ഡാമേജ് ആക്കി മാറ്റുന്നതും നമ്മളെ ഒരു രോഗിയാക്കി മാറ്റും. മനസ്സിലായി പറഞ്ഞ കാര്യം? അപ്പൊ എങ്ങനെയാണ് ഒരു ബാക്ടീരിയ, എലിപ്പൻ, നോട്ട് ഓൺലി റാറ്റ് ഫീവർ കേട്ടോ, ഏതൊരു ബാക്ടീരിയയും ബോഡിയെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ റാറ്റ് ഫീവർ ഇസ് എ ബാക്ടീരിയ ഡിസീസ്. ബാക്ടീരിയ ഈസ് എ പ്രോകാരിയോട്ട്. ദേ എന്റർ ദ ബോഡി. ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആൻഡ് മൾട്ടിപ്ലൈ ത്രൂ ബൈനറി ഫിഷൻ. ബാക്ടീരിയ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ബൈനറി ഫിഷൻ മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം, ഈ ടോക്സിനുകളാണ് ഡിസ്ട്രോയ് ദ സെൽ ആൻഡ് കോസ് ഡിസീസ്. ഓക്കെ, ഈ ടോക്സിൻസ് എന്ത് ചെയ്യും? സെല്ലുകളെ ഡിസ്ട്രോയ് ദ സെൽ. ഓക്കെ, നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും അങ്ങനെ ദാറ്റ് കോസ്, അതിന്റെ ഫലമായിട്ട് ഡിസീസ്, രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറ, ബാക്ടീരിയ പ്രോകാരിയോട്ടാണ്. പ്രോകാരിയോട്ട് ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ വന്നു കഴിഞ്ഞാൽ ബൈനറി ഫിഷനിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അവര് ടോക്സിനുകൾ, ചില ടോക്സിനുകൾ സെക്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ ടോക്സിനുകളാണ് നമ്മുടെ സെല്ലുകളെ ഡിസ്ട്രോയ് ദ സെൽ ആൻഡ് ദാറ്റ് കോസ് ഡിസീസസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി റാറ്റ് ഫീവറിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. എന്താണ് റാറ്റ് ഫീവർ? ഈ രോഗം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക? ഈ ബാക്ടീരിയ എങ്ങനെയാണ് എത്തുക? അതിന്റെ ഫലമായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അല്ലെ? ഈ റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ് ഒരു ഭയങ്കര ഡേഞ്ചറസ് ഡിസീസ് ആണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എലിപ്പനി ബാധിച്ചു മരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ റാറ്റ് ഫീവറിന്റെ പ്രത്യേകത, ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ കേട്ടോ, ബാക്ടീരിയയുടെ പേരാണ്, ആ ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ. നമ്മൾ പറഞ്ഞല്ലോ, ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് എലിയുടെ, നായയുടെ ഒക്കെ മൂത്രത്തിലൂടെ. ഓക്കെ, ഈ ബാക്ടീരിയ ബോഡിയിലേക്ക് എത്തുന്നത് ത്രൂ ദ യൂറിൻ ഉണ്ടോ. അപ്പൊ ദ ബാക്ടീരിയ കം ഔട്ട് ദ യൂറിൻ ഉണ്ടോ.
അപ്പൊ യൂറിൻ ഓഫ് എങ്ങനെയാണ് യൂറിൻ ഓഫ് റാറ്റ് എലിയുടെ മൂത്രത്തിലൂടെ, അതേപോലെ ഡോഗിന്റെ ആൻഡ് അതർ ആനിമൽ, ഇപ്പൊ ഈ നമ്മളെ ഈ അണ്ണാറക്കണ്ണല്ലേ സ്ക്യുറൽ, അതിന്റെ ഒക്കെ മൂത്രത്തിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മളെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ ഈ ഫ്ലഡ് നടന്ന സ്ഥലങ്ങളില് ഈ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ അറിയോ, ഈ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ, ഈ ബാക്ടീരിയക്ക് നിലനിൽക്കാൻ കുറച്ച് മോയ്സ്ചറെങ്കിലും ആവശ്യമാണ്. ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഈർപ്പമുള്ള ഒരു നനവുള്ള ഭാഗത്താണ് ഈ ബാക്ടീരിയ സർവൈവ് ചെയ്യുക. അപ്പൊ ഈ പ്രളയം നടന്ന പ്രദേശത്ത് റാറ്റ് ഫീവർ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ ലോട്ട് ഓഫ് വാട്ടർ, ആ വാട്ടറിനകത്ത് എലിയുടെയോ നായയുടെയോ മൂത്രത്തിലേക്ക് ഈ ബാക്ടീരിയ വരും. ഓക്കെ, അപ്പൊ ബാക്ടീരിയ കം ഔട്ട് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്, dog and a certain other animal. Okay, that remain alive in the stagnant water and moisture. Okay, അങ്ങനെ ഈ ബാക്ടീരിയ എന്ത് വെച്ചാൽ സ്റ്റാഗ്നന്റ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇതില് വെള്ളം വേണം ഈ ബാക്ടീരിയക്ക് നിലനിൽക്കാൻ, അല്ലെങ്കിൽ മിനിമം മോയ്സ്ചർ, എന്തെങ്കിലും ഒരു ഈർപ്പമുള്ള ഭാഗത്താണ് ഈ ബാക്ടീരിയ നിലനിൽക്കുക. അങ്ങനെ എന്ത് വെച്ചാല് നമ്മള് ഈ പ്രളയം നടന്ന സ്ഥലത്ത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ പോകുമ്പോ നമ്മൾ മേത്തൊരു മുറിവുണ്ട് വിചാരിക്കാം. ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഈ ബാക്ടീരിയ ബോഡിയിലേക്ക് എൻ്റർ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി പ്രളയം നടക്കുമ്പോ റെസ്ക്യൂ ഓപ്പറേഷൻ പോകാതിരിക്കലാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് എടുത്ത് അതിനുള്ള മരുന്ന്, ആന്റിബയോട്ടിക് കഴിച്ചിട്ട് വേണം നമ്മൾ ഇതിന് പോവാൻ കേട്ടോ. അല്ല, നമ്മൾ ചെയ്യാതിരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ യൂറിൻ ഓഫ് റാറ്റ്, അതുപോലെ ഡോഗ്, മറ്റു ആനിമൽസിന്റെ യൂറിനില് ഈ ബാക്ടീരിയ കെട്ടിക്കിടക്കുകയും അങ്ങനെ ബാക്ടീരിയ വെള്ളത്തിലൂടെ മുറിവ് വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ. വെൻ ബാക്ടീരിയ റീച്ച് ദ ത്രൂ ബ്ലഡ് കേട്ടോ, റീച്ച് ദ ബ്ലഡ്. ഓക്കെ, അങ്ങനെ ബാക്ടീരിയ എന്ത് വെച്ചാല് ബ്ലഡിലേക്ക് എത്തും. ബാക്ടീരിയ റീച്ച് ബ്ലഡ്. ഓക്കെ, ത്രൂ ഏതിലൂടെയാണ്? ത്രൂ വൂണ്ട്. ഓക്കെ, മുറിവിലൂടെ ഈ ബാക്ടീരിയ നമ്മളെ ബോഡിയിലേക്ക് എത്തും, അങ്ങനെ ബ്ലഡിലേക്ക് എത്തും. ബാക്ടീരിയ റീച്ച് ദ ബ്ലഡ് ത്രൂ വൂണ്ട്. എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? They affect body cell and produce toxins. Okay, ഇവരെന്ത് ചെയ്യും? They affect body cell, നമ്മളെ ശരീരത്തിന്റെ കോശങ്ങളെ, ശരീരകലകളെ ബാധിക്കുകയും and produce, ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? And produce toxin, ചില വിഷപദാർത്ഥം. അത് പറഞ്ഞല്ലോ, ബാക്ടീരിയയിൽ ടോക്സിൻസ് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. ഇവരെ നമ്മളെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് സെല്ലുകളിലേക്ക് എത്തും. സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ദേ അഫക്ട് ബോഡി സെൽ ആൻഡ് പ്രൊഡ്യൂസ് ടോക്സിൻസ്. ഈ ടോക്സിനുകളാണ് എന്ത് ചെയ്യാം? രോഗാക്കി മാറ്റാം. അങ്ങനെ ഈ ടോക്സിനുകൾ എന്ത് വെച്ചാൽ, ഈ ടോക്സിനുകൾ പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഓക്കെ, ദേ കോസ്, ഈ ടോക്സിൻ എന്തിനു കാരണമാവും? ദേ കോസ്, ദിസ് ടോക്സിൻ കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള വളരെ നേർത്ത രക്തക്കൊഴലാണല്ലോ കാപ്പിലറീസ്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ആർട്ടറി, വെയിന്, ദെൻ അവർ കൂടിച്ചേർന്ന വളരെ മൈന്യൂട്ട് നെറ്റ്വർക്കിനെയാണ് നമ്മൾ കാപ്പിലറി എന്ന് പറയുക. അപ്പൊ ഇത് എന്തിനു കാരണമാവും? ദാറ്റ് കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, രക്തക്കുഴലുകളുടെ അല്ലെങ്കിൽ ഈ കാപ്പിലറീസ് ഡാമേജ് ആവാൻ കാരണം ഈ ടോക്സിന്റെ ഫലമായിട്ട് that cause the damage to blood capillaries and leads to internal bleeding. Okay, എന്തിനു കാരണമാകും? ആ ബോഡിക്കകത്ത് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. ഈ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതോട് കൂടെയാണ് രോഗി മരണപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിക്കകത്ത് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എന്തൊക്കെ അവസ്ഥ അല്ലെ? വലിയ പ്രയാസം. അങ്ങനെ ഈ ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറി ദാറ്റ് ലീഡ്സ് ടു ഇന്റേണൽ ബ്ലീഡിംഗ്. അപ്പൊ എങ്ങനെയാണ് ഹൗ ദ ലെപ്റ്റോസ്പൈറ എഫക്ട് ദ ബോഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഹൗ ദ ലെപ്റ്റോസ്പൈറ എഫക്ട് ബോഡി മനസ്സിലാക്കുക. ദ ബാക്ടീരിയ റീച്ച് ദ ബ്ലഡ് ത്രൂ ദ വൂണ്ട് ആൻഡ് ദേ എഫക്ട് ദ ബോഡി സെൽ ആൻഡ് ദേ പ്രൊഡ്യൂസ് ടോക്സിൻ. ദിസ് ടോക്സിൻ കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ഇന്റേണൽ ബ്ലീഡിംഗ്. അങ്ങനെ രോഗി പ്രയാസപ്പെടാൻ ചെയ്യാം. ഇനി ഈ രോഗത്തിന്റെ ഈ എലിപ്പനിയുടെ സിംറ്റംസ് എന്താണ്? നമുക്ക് എല്ലാ പനിയും എലിപ്പനി ആണോ? എലിപ്പനി എങ്ങനെ നമുക്ക് സിംറ്റംസ് മനസ്സിലാക്കാം കേട്ടോ. എലിപ്പനിയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് റാറ്റ് ഫീവറിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്, അതിന്റെ രോഗലക്ഷണം എന്ന് വെച്ചാൽ ഒന്ന് സിവിയർ ഫീവർ ആണ്. നല്ല പേര് പോലെ തന്നെ നല്ല കടുത്ത പനി ഉണ്ടായിരിക്കും, സിവിയർ ഫീവർ. ഓക്കെ, കടുത്ത പനി അനുഭവപ്പെടും, സിവിയർ ഫീവർ. ഓക്കെ, അതുപോലെ ഹെഡ് ഏക്ക് ഉണ്ടാവും, തലവേദന ഉണ്ടാവും.
അപ്പൊ സാധാരണ എല്ലാ പനിക്കുണ്ടല്ലോ അല്ലെ എന്നല്ലെങ്കിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഹെഡ് ഏക്ക് ഉണ്ടാവും. അതുപോലെ മസിൽ പെയിൻ. ഈ മസിൽ പെയിനും ഇന്നത്തെ ഏത് രോഗങ്ങൾക്ക് അല്ലെ, ഇപ്പൊ ചിക്കൻ ഗുനിയ ആണെങ്കിലും അതുപോലെ ഡെങ്കിപ്പനി ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് മസിൽ പെയിനുകൾ ഇന്ന് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇതിന് പുറമെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം വെച്ചാൽ റെഡ്നെസ് ഇൻ ദ ഐ എന്നുള്ളതാണ്. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കണ്ണിന്റെ ഉള്ളില് ചുവപ്പ് നിറത്തിൽ വീഴാം. ഓക്കെ, റെഡ്നെസ്. ഓക്കെ, REDNES. ഓക്കെ, റെഡ്നെസ് ഇൻ ഐസ്, കണ്ണിന്റെ ഉള്ളില് ചുവപ്പ് നിറം അനുഭവപ്പെടും. ഇതാണ് ഈ റാറ്റ് ഫീവറിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. അപ്പൊ സിവിയർ ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ ആൻഡ് റെഡ്നെസ് ഇൻ ദ ഐ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ തുടക്കത്തിലെ കണ്ടെത്തി കഴിഞ്ഞാൽ റാറ്റ് ഫീവറിനെ കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, റാറ്റ് ഫീവർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യൂർ ത്രൂ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, റാറ്റ് ഫീവർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യൂർ, പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം. എന്താവണം? യെസ്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗത്തെ തുടക്കത്തിൽ കണ്ടെത്തുകയും അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് പരിഹരിക്കാവുന്ന രോഗമാണ് റാറ്റ് ഫീവർ. പക്ഷെ പലപ്പോഴും അത് അങ്ങേയറ്റം എത്തുമ്പോഴാണ് അത് അറിയപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ള പ്രയാസമാണ് അല്ലെ. രോഗം വന്നു കഴിഞ്ഞാൽ അത് എലിപ്പനിയാണോ എന്ന് കണ്ടെത്തി അതിന് ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ ഇയാളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടേക്കാം. അതുകൊണ്ട് രോഗത്തെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നിങ്ങൾക്കറിയാം അല്ലെ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാട്ടും നല്ലത് രോഗത്തെ പ്രതിരോധിക്കലാണ്. പ്രതിരോധമാണ് ഏറ്റവും വലിയ മാർഗം എന്ന് മനസ്സിലാക്കി. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഈസ് റിയലൈസേഷൻ ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഓക്കെ, രോഗത്തെ പ്രതിരോധിക്കുകയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇമ്മ്യൂണൈസേഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റാറ്റ് ഫീവറുമായിട്ട് ഓർക്കേണ്ടത്. അപ്പൊ റാറ്റ് ഫീവറിന്റെ ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ്പൈറ എന്നാണ്. ആ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മളെ ബോഡിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ എങ്ങനെയാണ് ബോഡിയെ അഫക്ട് ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്നും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, ഈ എലിപ്പനി എന്ന് പറയുന്ന രോഗം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയൊക്കെ എലിപ്പനി നമുക്ക് പ്രിവെന്റ് ചെയ്യാം? എലിപ്പനിയെ പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? അപ്പൊ ഇതിന്റെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാം, പ്രിവെൻഷൻ, എലിപ്പനിയെ തടയാൻ നമ്മൾ നേരത്തെ ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനും പ്രിവെന്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനും പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂട്ടത്തില് എലിയെ നശിപ്പിക്കുക അല്ലെ. ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ എലിപ്പനിയാണ്, എലിയാണ്. ഡോഗിലൊക്കെ പകരുന്നുവെങ്കിലും പേര് സൂചിപ്പിക്കുന്നത് പോലെ റാറ്റ് തന്നെയാണ് വില്ലൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രിവെന്റ് സർക്കംസ്റ്റൻസ്. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം പ്രിവെന്റ് സർക്കംസ്റ്റൻസ്. സാഹചര്യങ്ങൾ ഒഴിവാക്കുക കേട്ടോ. സർക്കംസ്റ്റൻസ്, പ്രിവെന്റ് സർക്കംസ്റ്റൻസ്. എന്തിന്റെ സാഹചര്യം ഒഴിവാക്കുക? ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റാറ്റ്. എലികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള. ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാർത്തകൾ വായിച്ചവർക്കറിയാം, പത്രം വായിച്ചവർക്കറിയാം, ഓസ്ട്രേലിയയില് എലികളുടെ പെരുകൾ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ വന്നിരുന്നു, കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം എലികളെ പെരുകുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് വൂണ്ടഡ് പാർട്ട്. ഇനി നമുക്ക് മേത്തിന് മുറിവുണ്ടെങ്കിൽ ആ മുറിവ് ഇത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് തടയാം. നമ്മള് മുറിവുമായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ പ്രിവെന്റ് കോണ്ടാക്ട് ഓഫ് വൂണ്ടഡ് പാർട്ട്. പ്രിവെന്റ് കോണ്ടാക്ട് ഓഫ് വൂണ്ടഡ് പാർട്ട്, മുറിവുള്ള ഭാഗത്തെ. പ്രിവെന്റ് കോണ്ടാക്ട് ഓഫ് വൂണ്ടഡ് പാർട്ട് എന്തുമായിട്ട് പ്രിവെന്റ് ചെയ്യാം? വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ കേട്ടോ. അപ്പൊ ഈ ഒരു ബാക്ടീരിയകളുള്ള അല്ലെങ്കിൽ എലിയുടെ മൂത്രമുള്ള വെള്ളവുമായിട്ട് മുറി കോണ്ടാക്ട് വരാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അത്തരം അത് നമുക്ക് അറിയില്ലല്ലോ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിയുടെ മൂത്രം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും നമ്മൾ ഈ കാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിനെ കൃത്യമായ പ്രതിരോധവൽക്കരണങ്ങൾ ചെയ്യാം, ഇമ്മ്യൂണൈസേഷൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എലിപ്പനിയെ തുരത്തി ഓടിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റാറ്റ് ഫീവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ റാറ്റ് ഫീവർ എന്താണെന്നും
അതിന്റെ പ്രിവെൻഷൻ ഉണ്ടോ, ഏതൊക്കെ രീതിയിലൂടെ റാറ്റ് ഫീവർ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഒരു ബാക്ടീരിയ ഡിസീസിനെ കുറിച്ചാണ്, റാറ്റ് ഫീവർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ രോഗത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വേറെയും അനേകം ബാക്ടീരിയ ഡിസീസുകളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ബാക്ടീരിയ രോഗങ്ങളുണ്ട്. അതില് 2 കൂടി നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതർ ബാക്ടീരിയ ഡിസീസ് കേട്ടോ, അതർ ബാക്ടീരിയൽ ഡിസീസ്. ഈ ഒരു ചാപ്റ്ററിലെ കീപ്പിംഗ് എവേ ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക് ആണ് അതർ ബാക്ടീരിയ ഡിസീസസ്. അതില് ഒന്നാമത്തെ രോഗം നമ്മൾ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് ഒരു 1-2 വർഷം മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ ഈ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഡിഫ്തീരിയ എന്നുള്ള രോഗത്തിന്റെ അവസ്ഥ എന്താണ്? ഇതൊരു ബാക്ടീരിയ രോഗമാണ് കേട്ടോ. അപ്പൊ ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ആ ബാക്ടീരിയയെ നമ്മൾ പറയുന്ന പേരുണ്ട്, ആ ബാക്ടീരിയയുടെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ പേരാണ് കോറിനി ബാക്ടീരിയം. ഓക്കെ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് പേര് കേട്ടോ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ രോഗത്തിന്റെ പാത്തോജൻ. ഏതാണ്? കോറിനി ബാക്ടീരിയം, CORY കേട്ടോ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ രോഗത്തിന്റെ പാത്തോജൻ. അതൊരു പാത്തോജൻ ഡിസീസാണ്. അപ്പൊ ഈ രോഗം എങ്ങനെയാണ് പകരുക? ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, രോഗം പകരുക എങ്ങനെ വെച്ചാൽ, രോഗിയായ ഒരാൾ, ഇപ്പൊ ഡിഫ്തീരിയ ബാധിച്ച ഒരാള് അയാള് തുമ്മുമ്പോഴോ അയാൾ ചുമക്കുമ്പോഴോ വായുവിലേക്ക് ഈ ബാക്ടീരിയ വരും. അവിടെ നിന്ന് അത് ശ്വസിക്കുന്ന ആളിലേക്ക് രോഗം പകരാം. അല്ലെങ്കിൽ ത്രൂ ഡയറക്റ്റ് ഫ്രം ദ പേഷ്യന്റ്, രോഗിയിൽ നിന്ന് നേരിട്ട് തന്നെ വരാം. അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ വായിലൂടെ വരാം കേട്ടോ. അപ്പൊ രോഗം പകരുന്നത് എങ്ങനെ വെച്ചാല് സ്പ്രെഡ് ത്രൂ കേട്ടോ. അപ്പൊ ഇതിന് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ സ്പ്രെഡ് ത്രൂ കഫ്, ഓക്കെ, ഓർ സ്നീസ്. ഓക്കെ, അപ്പൊ രോഗിയായ ആള് തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സ്പ്രെഡ് ത്രൂ ദ കഫ് ഓർ സ്നീസ് ഓർ ഡയറക്ട്ലി ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, രോഗം ബാധിച്ച ആളിൽ നിന്ന് നേരിട്ട് രോഗം വ്യക്തികളിലേക്ക് സമ്പർക്കം ചെയ്യാം. ഓക്കെ, അപ്പൊ രോഗം പകരുന്ന മോഡ് എന്തൊക്കെയാ മനസ്സിലാക്കുക? ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിഫ്തീരിയ ഈസ് ത്രൂ കഫ് ഓർ സ്നീസ് ഓർ ഡയറക്ട്ലി ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ. രോഗം ബാധിച്ച ആളിൽ നിന്ന് അയാളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ എന്ത് ചെയ്യാം? ഈ രോഗം പകരാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് ആ ബാക്ടീരിയയുടെ, ആ പാത്തോജന്റെ പേര് പറഞ്ഞു. ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന്റെ മോഡ്, ഏതൊക്കെ രീതിയിലൂടെയാണ് രോഗം പകരാം. ഇനി ഇത് ഏത് ഓർഗനെയാണ് അഫക്ട് ചെയ്യുക? ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏത് ഓർഗനെയാണ് അഫക്ട് ചെയ്യുക? പ്രധാനമായിട്ടും രോഗം ബാധിക്കുന്നത് നമ്മുടെ മൂക്കിനകത്തും നമ്മളെ ത്രോട്ടിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനുകളെയാണ്. ഈ രോഗത്തെ മലയാളത്തിൽ തൊണ്ടമുള്ളു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ തൊണ്ടയുടെയും നമ്മുടെ മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനുകളെയാണ് ഈ രോഗം ബാധിക്കുക. അപ്പൊ ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഇറ്റ് അഫക്ട് ദ, ഈ രോഗം അഫക്ട് ചെയ്യുന്നത് അഫക്ട്സ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, ഇറ്റ് അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ഏതിന്റെ? അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് നോസ് ആൻഡ് ത്രോട്ട്. നോസ് ആൻഡ് ത്രോട്ട് കേട്ടോ, തൊണ്ട മൂക്ക് എന്നിവയുടെ ഇറ്റ് അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, നമ്മള് തൊണ്ട മൂക്ക് എന്നിവയുടെ THROAT കേട്ടോ, ത്രോട്ട്, തൊണ്ട മൂക്ക് എന്നിവയുടെ മ്യൂക്കസ് മെംബ്രെയിനെയാണ് ഇത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യാം. പക്ഷെ ഇത് രോഗം സിവിയർ ആയാൽ അവിടെ നിന്നൊക്കെ വിടും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും മനസ്സിലാക്കുക ഇറ്റ് അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ രോഗം ബോഡിയിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ അപ്പിയറൻസ് ഓഫ് ഡിസീസസ്? നമുക്ക് ഈ തൊണ്ടമുള്ളു എന്ന് പറയുന്ന രോഗം, ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം ബോഡിയിൽ എങ്ങനെയാണ് അപ്പിയറൻസ് ചെയ്യുക? ഓക്കെ, ബോഡിയിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാന്നുള്ള, അല്ലെങ്കിൽ ഈ രോഗമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ബാക്ടീരിയ
നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബാക്ടീരിയ പ്രൊഡ്യൂസ് സർട്ടൻ ടോക്സിൻസ് അല്ലെ, നേരത്തെ പറഞ്ഞ കാര്യമാണ് ബാക്ടീരിയ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ആ ടോക്സിൻസിന്റെ ഫലമായിട്ട് ചില സിംറ്റംസ് കണ്ടു കാണും. ആ ടോക്സിൻസ് നേരത്തെ പറഞ്ഞല്ലോ, എലിപ്പനി പറഞ്ഞല്ലോ അല്ലെ, ഈ ടോക്സിൻസ് ഉണ്ടാകുമ്പോഴാണ് ലക്ഷണം കണ്ടു തുടങ്ങുക. ഇവിടെയും അതേപോലെ തന്നെയാണ് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഫീവർ, ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും? പനി ഉണ്ടാവും, അതേപോലെ ത്രോട്ട് പെയിൻ, ഓക്കെ, തൊണ്ടവേദന ഉണ്ടാവും, ത്രോട്ട് പെയിൻ ഉണ്ടാവും. അതിന് പുറമെ നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള തൊണ്ടയുടെ ഭാഗത്തുള്ള ലിംഫ് ഗ്ലാൻഡുകൾക്ക് വീക്ക് ഉണ്ടാവും. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് ഗ്ലാൻഡ്സ്. ഓക്കെ, ലിംഫിനെ കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മളെ ഈ ഭാഗത്തൊക്കെ ലിംഫ് നോഡുകളും ലിംഫ് ഗ്ലാൻഡുകളും ഉണ്ട്. അപ്പൊ ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് ഗ്ലാൻഡ് ഓഫ് ദ ത്രോട്ട്. ഓക്കെ, തൊണ്ടയുടെ ഭാഗത്തുള്ള ഈ ലിംഫ് ഗ്ലാൻഡുകൾക്ക് വീക്കം സംഭവിക്കും. അതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രത്യക്ഷമായ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദ ബാക്ടീരിയ പ്രൊഡ്യൂസ് ടോക്സിൻ as a result that cause, അല്ലെങ്കിൽ this toxin cause fever, throat pain and inflammation of the lymph gland of the throat. അങ്ങനെ എന്ത് ചെയ്യും? ഇതിന്റെ ലക്ഷണമായിട്ട് മാറാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സെൽ ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡിസ്ട്രോയ്ഡ് ബൈ, അടുത്തൊരു പോയിന്റ് ആയിട്ട് ഓർക്കണേ, ഇങ്ങനെ ഈ ടോക്സിൻസ് ഉണ്ടാകുമ്പോൾ നശിക്കുന്ന സെൽ ഉണ്ടല്ലോ, ദ സെൽസ് ഡിസ്ട്രോയ്ഡ് ബൈ ദ എന്തിന്റെ ഫലമായിട്ട് നശിക്കുന്ന? ദ സെൽസ് ഡിസ്ട്രോയ്ഡ് ബൈ ദ ടോക്സിൻ അല്ലെ. ടോക്സിൻ എവിടെയുള്ള? ഇൻ ദ മ്യൂക്കസ്, സോറി ഇൻ ദ ത്രോട്ട്. ഓക്കെ, ഈ ത്രോട്ടിനകത്തുള്ള ഈ നശിക്കപ്പെട്ട സെല്ലുകൾ, the cell destroyed by the toxin in the throat എന്ത് ചെയ്യും? produce an ash color, ചാര നിറത്തിലുള്ള ഒരു തൊണ്ടയുടെ ഉള്ളിക്ക് ഭാഗത്ത് ആഷ് കളർ ആയിട്ടുള്ള ഒരു ചാര നിറത്തിലുള്ള ഒരു എന്താ പറയാ ഒരു കോട്ടിംഗ് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് വിച്ച് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ദ ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ash colored thick coating, the ash colored thick coating form ചെയ്യും. തൊണ്ടയുടെ ഭാഗത്തൊരു ചാര നിറത്തിലൊരു കോട്ടിങ് ഫോം ചെയ്യും. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ, ഒരു പാട പോലെ തൊണ്ടയുടെ ഭാഗത്ത് ഒരു കോട്ടിങ് ഫോം ചെയ്യും. ഓക്കെ, the coating in the throat. Okay, coating in the throat within 2 or 3 days എന്നുള്ള 2-3 ദിവസത്തിനുള്ളിൽ കേട്ടോ, 2 or 3 days. ഇതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ ഈ ആഷ് കളേർഡ് കോട്ടിംഗ് തൊണ്ടയിൽ ഫോം ചെയ്യുക. ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ ബാക്ടീരിയ, ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബോഡിയിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ രോഗം എങ്ങനെയാണ് നമുക്ക് രോഗമാണെന്ന് മനസ്സിലാവുക എന്നുള്ളത് ഈ രൂപത്തിലാണ്. ബാക്ടീരിയ ബോഡിയിൽ എത്തുന്നു, അങ്ങനെ അവർ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടോക്സിന് ഫലമായിട്ട് ഫീവറും ത്രോട്ട് പെയിനും ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡുകളും ഒക്കെ സംഭവിക്കുന്നു. അങ്ങനെ ഈ മ്യൂക്കസ് മെംബ്രെയിനകത്തുള്ള ഡിസ്ട്രോയ്ഡ് സെല്ലുകൾ, ദ സെൽ ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ദ ടോക്സിൻ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ്ഡ് ആൻ ആഷ് കളേർഡ് തിക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് വിത്തിൻ 2 or 3 days. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നതോ? അങ്ങനെ ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ, ഈ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നേരത്തെ നമ്മൾ തൊണ്ടയും മൂക്കിനെയല്ലേ ബാധിച്ചത്, പക്ഷെ ഇറ്റ് അഫക്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൈറ്റൽ ഓർഗൻ ജസ്റ്റ് ലൈക്ക് ബ്രെയിൻ, കിഡ്നി ആൻഡ് ഹാർട്ട്. ഓക്കെ, നമ്മളെ ബ്രെയിനെയും അതേപോലെ കിഡ്നിയെയും ഹാർട്ടിനെയും ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമായി. ഈ ഒരു തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ നമുക്ക് പ്രയാസം. ഓക്കെ, അപ്പൊ ഇതിന്റെ പരിഹാരം എന്താ വെച്ചാല് ആന്റി ടോക്സിൻ. അപ്പൊ ഇതിന്റെ റെമഡി കേട്ടോ, റെമഡീസ് എന്തൊക്കെയാണ്? ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന്റെ പരിഹാരം എന്താ വെച്ചാൽ ഒന്ന് ആന്റി ടോക്സിൻസ് ആണ്. ആന്റി ടോക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട്, ടോക്സിനെതിരെയുള്ള മെഡിസിനാണ് ആന്റി ടോക്സിൻ. ഇപ്പൊ ആന്റി ടോക്സിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ഇറ്റ് ടു പ്രൊട്ടക്ട് ദ അൺഇൻഫെക്റ്റഡ് സെൽ. ഓക്കെ, അപ്പൊ ആന്റി ടോക്സിനുകളെ എന്തിനാ വേണ്ടി ഉപയോഗിക്കണം? യൂസ്ഡ് ടു പ്രൊട്ടക്ട്, അല്ലാതെ രോഗം ചികിത്സ ഭേദമാക്കാനല്ല, പ്രൊട്ടക്ട് അൺഇൻഫെക്റ്റഡ് സെൽ, രോഗം ബാധിക്കാത്ത സെല്ലുകളെ. ഓക്കെ, അൺഇൻഫെക്റ്റ്
സെൽ കേട്ടോ. രോഗം ബാധിക്കാത്ത സെല്ലുകളെ ഇനി രോഗം ബാധിക്കുന്നതിനെ തടയാൻ യൂസ് ടു പ്രൊട്ടക്ട്. അപ്പൊ ആന്റി ടോക്സിൻസ് യൂസ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ട് ദ അൺഇൻഫെക്റ്റഡ് സെൽ. പക്ഷെ ഓർക്കുക, രോഗം സിവിയർ ആയി കഴിഞ്ഞാൽ, രോഗം മാരകമായി കഴിഞ്ഞാൽ രോഗത്തെ ചികിത്സ ഭേദമാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് ഇതിന്റെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിന് വാക്സിനുകൾ ലഭ്യമാണ്. ഓക്കെ, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന് വാക്സിൻ ഉണ്ടായിരിക്കും. ആ വാക്സിന്റെ പേരാണ് DPT എന്ന് പറയുക കേട്ടോ. DPT എന്ന് പറയുന്ന വാക്സിൻ. അതിൽ D ഫോർ ഡിഫ്തീരിയ. വേറെ രണ്ട് രോഗങ്ങളും കൂടി ഉണ്ട്. P എന്ന് പറഞ്ഞാൽ പെർട്ടൂസിസ് എന്ന് പറയാം, വില്ലൻ ചുമ എന്ന് പറയും. ഓക്കെ, T എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ആണ്. ഇത് മൂന്നിനുള്ള വാക്സിൻ. അതിൽ D ഡിഫ്തീരിയക്കുള്ളതാണ്. ഈ വാക്സിൻ അടിച്ചുകൊണ്ട് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓർക്കുക, ബട്ട് ഇഫ് ദ ഡിസീസ് ബിക്കം സിവിയർ ദ പേഷ്യന്റ് കാനോട്ട് ബി റിക്കവേർഡ് ത്രൂ മെഡിക്കേഷൻ. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, ഈ തലച്ചോറിനെയും കിഡ്നിയെയും ബ്രെയിനെയും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. സോ വാക്സിനേഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെന്റീവ് മെത്തഡ്. ഏറ്റവും അനുയോജ്യമായ ഒരു പ്രതിരോധ മാർഗം വാക്സിനേഷൻ ആണ്. ഓക്കെ, വാക്സിന്റെ പേരാണ് DPT എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഡിഫ്തീരിയ ആ ബാക്ടീരിയ രോഗമാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. രോഗിയായ ആള് സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായിലേക്ക് വരികയോ അല്ലെങ്കിൽ രോഗിയിൽ നിന്ന് നേരിട്ടോ ഈ രോഗം പകരാം. ഇത് അഫക്ട് ചെയ്യുന്നത് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് നോസ് ആൻഡ് ത്രോട്ടിനെയാണ് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുക. അങ്ങനെ ബാക്ടീരിയ ബോഡിക്ക് വന്നു കഴിഞ്ഞാൽ ദേ പ്രൊഡ്യൂസ് ടോക്സിൻസ്. ആ ടോക്സിൻസിന്റെ ഫലമായിട്ട് എന്നൊരു കാരണമാകും. ടോക്സിൻ കോസ് ഫീവർ, ത്രോട്ട് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിംഫ് ഗ്ലാൻഡ്സ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ലിംഫ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ എത്തി കഴിഞ്ഞാൽ the cells in the mucous membrane destroyed by the toxins form a ash colored coating within 2 or 3 days. അങ്ങനെ ഒരു കോട്ടിംഗ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ രോഗം മാരകമായി മാറുക. അങ്ങനെ ഇറ്റ് അഫക്ട് അവർ ബ്രെയിൻ, കിഡ്നി ആൻഡ് ഹാർട്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൈറ്റൽ ഓർഗൻ ആണ് കേട്ടോ. റെമഡി ആന്റി ടോക്സിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ അല്ലെങ്കിൽ അൺഇൻഫെക്റ്റഡ് സെല്ലുകളെ, ഇനി രോഗം ബാധിക്കാത്ത സെല്ലുകളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ രോഗം കൂടി ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയും. ട്യൂബർക്കുലോസിസ്. ഓക്കെ, മലയാളത്തില് ക്ഷയരോഗം എന്ന് പറയുന്ന രോഗമാണ് ട്യൂബർക്കുലോസിസ്. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് TB എന്ന് പറയാറുണ്ട്. ട്യൂബർക്കുലോ ബാസിലസ് ആണ് അതിന്റെ മറ്റൊരു അതിന്റെ മെഡിക്കൽ ടേം. ഓക്കെ, അപ്പൊ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന രോഗം, ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത? ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു പട്ടിക തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്കി പഠിച്ചാൽ മതി. ഒരു കാലഘട്ടത്തില് വളരെ ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള, വളരെ മാരകമായിട്ടുള്ള രോഗമായിരുന്നു ഈ ട്യൂബർക്കുലോസിസ്. ഇന്ന് അത്രത്തോളം ആളുകൾക്ക് രോഗം ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ലഭ്യമാണ് കേട്ടോ. ഇന്നുണ്ട് കേട്ടോ, ട്യൂബർക്കുലോസിസ് ഉണ്ട്. അപ്പൊ ട്യൂബർക്കുലോസിന്റെ പാത്തോജൻ, ആദ്യം ഇതിന്റെ പാത്തോജൻ നമ്മൾ നേരത്തെ എഴുതി പഠിച്ച പോലെ തന്നെ ഇതിന് എഴുതി പഠിക്കാം. പാത്തോജന്റെ പേരാണ് മൈക്കോബാക്ടീരിയം. ഇവിടെ ചെറിയ പേര് വ്യത്യാസം വരുന്നുണ്ട്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ആണോ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മറ്റേതിന്റെ പേരെന്തായിരുന്നു? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. പേര് മാറരുത്. ഇതിന്റെ സ്പീഷീസ് നെയിം കിട്ടിയാൽ നമുക്ക് എഴുതാൻ പറ്റൂലേ, ഡിഫ്തീരിയ, ട്യൂബർക്കുലോസിസ്. പക്ഷെ ഇതിന്റെ ജീനസ് നെയിം മാത്രമേ ചിലപ്പോൾ ചോദിക്കുള്ളൂ. അപ്പോൾ ആ കൺഫ്യൂഷൻ വരാം. ഇവിടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ രോഗത്തിന്റെ പാത്തോജൻ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർഗാനിസം ആയിട്ട് മാറുന്നത്. എന്തൊക്കെയാണ് വാട്ട് ആർ ദ മേജർ സിംറ്റംസ്? ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ക്ഷയരോഗം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷയം എന്ന് മലയാളത്തിലാക്കിയ അർത്ഥം ഇങ്ങനെ ക്ഷയിച്ച് ഇല്ലാതാവുക. ബോഡിയുടെ വെയിറ്റ് കുറയാണ് ചെയ്യാം. ഓക്കെ, ലോസ് ഓഫ് ബോഡി വെയിറ്റ് ആണ് ആണോ, ലോസ് ഓഫ് ബോഡി വെയിറ്റ് ആണോ. ഇവിടെ തെറ്റ് ചെയ്തിരുന്നുണ്ടോ? ചില കുട്ടികൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, കഴിഞ്ഞ ആനുവൽ SSLCക്ക് ലോസ് ഓഫ് ബോഡി ബാലൻസ് ഒക്കെ ഏത് കുട്ടികളുണ്ട്. അത് വേറെ രോഗമാണ്, അത് പാർക്കിൻസൺ ആണ്. ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ശരീരഭാരം പറ്റ കുറയും. അതോടൊപ്പം ഫാറ്റീഗ്, ആള് വളരെ ക്ഷീണിതനായിരിക്കും, വളരെ ടയേർഡ് ആയിരിക്കും. അതുപോലെ ഈ ട്യൂബർക്കുലോസിസിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷണം എന്ന് വെച്ചാൽ പെർസിസ്റ്റന്റ് കഫാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന പെർസിസ്റ്റന്റ് കഫ് തുടർച്ചയായിട്ടുണ്ടാകുന്ന ചുമയാണ്
ഈ രോഗത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ചില ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ, ഈ ഗവൺമെന്റ് ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലോ പോകുമ്പോൾ അവിടെ അങ്ങനെ ബോർഡ് കാണാം. എന്താണ്? 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമയുണ്ടോ, നിങ്ങളൊരു ക്ഷയരോഗിയാവാം എന്നൊക്കെ നമുക്ക് അവിടെ അങ്ങനെ കാണിക്കാറുണ്ട് അല്ലെ. അപ്പോ പെർസിസ്റ്റന്റ് കഫ്, തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ചുമയാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്നുള്ളത്. ലക്ഷണം മനസ്സിലാക്കി വെക്കാം. ഇനി ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് രോഗം പകരുക? ഈ ക്ഷയരോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതി എന്താണ്? ഇതിന്റെ ട്രാൻസ്മിഷൻ. ഓക്കെ, രോഗം പകരുന്ന രീതി നേരത്തെ നമ്മള് ഡിഫ്തീരിയ പറഞ്ഞ പോലെ തന്നെയാണ്. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ എയർ ആണ്. സിംപ്ലി നമുക്ക് പറയുന്ന ട്രാൻസ്മിഷൻ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ എയർ എന്ന് പറയാം. പക്ഷെ ഒരു 2 മാർക്കിന് ചോദിക്കാതിരിക്കും. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കോളത്തിൽ ട്യൂബർക്ലോസിസും വേറെ കോളത്തിൽ എയർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ ഒരു വിശദീകരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം വെച്ചാൽ when the patient speak, sneeze or cough. രോഗിയായ ആള് സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ. ഓക്കെ, when the patient speak, cough or sneeze, the pathogen spread into the air. അയാൾ ഇയാൾ ശരീരത്തിൽ നിന്ന് വായുവിലേക്ക് വരും and thereby to others. അവിടെ നിന്നും മറ്റാളിലേക്ക്. അപ്പൊ വായുവിലൂടെയാണ് പകരുക. പക്ഷെ വായുവിലേക്ക് ബാക്ടീരിയ വരുന്നത് എങ്ങനെയാണ്? when the patient speak, sneeze or cough. ഓക്കെ, രോഗിയായ ആള് തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ അയാൾ ചുമക്കുമ്പോഴോ ഈ ബാക്ടീരിയകള് വായുവിലേക്കും അവിടെ നിന്ന് മറ്റൊരാളിലേക്കും രോഗം പകരാം. ഓക്കെ, അടുത്ത ഇതിന്റെ ഓർഗൻ, ഏത് ശരീരത്തിനെയാണ് ഈ രോഗം ബാധിക്കാം? ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, ചുമ എന്ന് പറയുന്ന രോഗമാണല്ലോ. ഈ ചുമ അല്ലെങ്കിൽ കഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ലങ്സുകളെയാണ്. മെയിൻലി അഫക്ട് ലങ്സ്, നമ്മുടെ ശ്വാസകോശങ്ങളെയാണ് ഈ ട്യൂബർക്ലോസിസ് ബാധിക്കാം. ഇറ്റ് മെയിൻലി അഫക്ട് ലങ്സ്. പക്ഷെ രോഗം സിവിയർ ആയി കഴിഞ്ഞാൽ, രോഗം മാരകമായി കഴിഞ്ഞാൽ ലങ്സിന് പുറമെ ഇറ്റ് ആൾസോ അഫക്ട് കിഡ്നി. ഓക്കെ, അപ്പൊ കിഡ്നിയെ ബാധിക്കാം, അതേപോലെ നമ്മളെ ബോണുകളെ ബാധിക്കാം, അതേപോലെ ജോയിന്റുകളെ ബാധിക്കാം, ആൻഡ് ഈവൻ ഇറ്റ് അഫക്ട് അവർ ബ്രെയിൻ. കേട്ടോ, തലച്ചോറിനെ വരെ ബാധിക്കും. ഇവിടെ ഹാർട്ട് ഇല്ല കേട്ടോ, ഇവിടെ ഹാർട്ട് ഇല്ല. ഡിഫ്തീരിയക്ക് സിവിയർ ആയി കഴിഞ്ഞാൽ കിഡ്നിയെയും ബ്രെയിനെയും ഹാർട്ടിനെയും ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ഹാർട്ട് എഴുതാൻ പാടില്ല, ഹൃദയത്തെ ട്യൂബർക്ലോസിസ് ബാധിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഈ രോഗത്തിന് ട്രീറ്റ്മെന്റ്? എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? ആന്റിടോക്സിൻസ് ആണ് അല്ലെ. ആന്റിടോക്സിൻസ് ഉപയോഗിച്ചുകൊണ്ട് അൺഇൻഫെക്റ്റഡ് സെല്ലുകളെ നമുക്ക് സംരക്ഷിക്കാമെങ്കിൽ ഇവിടെ ആന്റിബയോട്ടിക്സ് എന്ന് പറയാം കേട്ടോ. കേട്ടില്ലേ? ആന്റിബയോട്ടിക് കേട്ടില്ലേ അല്ലെ? നമ്മൾ ഏത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർമാർ നമുക്ക് ആദ്യം തരുന്ന സാധനം ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ട്, ആന്റിബയോട്ടിക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ക്ഷയരോഗത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷയരോഗത്തിനായിട്ട് മാത്രം പർട്ടിക്കുലർ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഓക്കെ, നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് മഞ്ചേരിയിലാണ് ഈ TB ഹോസ്പിറ്റലുകൾ. ഓരോ ഡിസ്ട്രിക്റ്റിലും. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് ഈ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, അത് നമ്മള് ആ ചികിത്സക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡോട്ട് ചികിത്സ എന്നാ പറയാം. ഓക്കെ, ഈ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കാം ഡോട്ട് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടതാണ്. അതെ, ട്യൂബർക്ലോസിസിന്റെ ഒരു ചികിത്സ, ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഡോട്ട് ചികിത്സ എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗത്തെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ, ഓക്കെ, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരാണ് BCG എന്നാണ് പറയാം. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് അല്ലെ, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടിക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ, ഇപ്പൊ നമുക്ക് പ്രസവമൊക്കെ ആശുപത്രിയിലായതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് അടിക്കുന്ന വാക്സിൻ ആണ് BCG ആണ്. ലൈഫിൽ ഒറ്റ തവണ അടിച്ചാൽ മതി, ഒരു ഡോസ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു BCG-യിലൂടെ നമുക്ക് ഈ ട്യൂബർക്ലോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാക്ടീരിയ ഡിസീസ് എന്ന് പറയുന്ന ഭാഗങ്ങളുമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം ബാക്ടീരിയൽ ഡിസീസുകളും അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഡെഫിനിഷനും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഈ വീഡിയോയിൽ അവസാനിപ്പിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വൈറസുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് പഠിക്കാം. അതുവരെ ഗുഡ് ബൈ.